Baikin Brother Road, Soleil, Scala, Tarmac, RRBR, the brand के distributor है, authorized dealer है, Chopra Automobiles. ഈ സ്ട്രീറ്റ് അങ്ങ് അറ്റം വരെ ഫുള്ള് കാറിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ വണ്ടികളുടെ പണികൾ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഫോഗാണ്, ചെറുതായിട്ടേ വെയിലുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മൊബൈൽ ഫോണുകളുടെ എല്ലാം ആക്സസറീസ് ഒരു ഫുൾ ഡേ വേണം. ആക്ച്വലി രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകുന്ന രീതി വേണം നമ്മളിങ്ങോട്ട് പ്ലാൻ ചെയ്ത് വരാനായിട്ട്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ ഇവിടെ കരോൾബാഗ് മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാണ്. ചെറിയ രീതിക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വന്നിറങ്ങി. അപ്പോൾ ഇപ്പം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ജനുവരി മാസമാണ്, ജനുവരി കഴിയാറായി, പക്ഷേ എന്നാലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കരോൾബാഗ് മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അപ്പോൾ ഫുള്ള് കടകളാണ്. ഈ കാണുന്ന ഫോഗാണ്, ചെറുതായിട്ടേ വെയിലുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നടക്കുകയാണ്. ഞാനിവിടെ ഒരു റൈഡിങ് ജാക്കറ്റ് എന്തായാലും നോക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് പിന്നെ ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതിൻ്റെ എല്ലാം ബാക്കി ആഘോഷങ്ങളുടെ എല്ലാം ആണ് കിടക്കുന്നത്. 22-ാം തീയതി ഉദ്ഘാടനത്തിന് ഇവിടെ ഡൽഹി ഫുള്ള് അവധിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയാണ് ഈ ആഘോഷത്തിൻ്റെ ബാക്കിയെല്ലാം കിടക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ സെക്ഷനാണ്. അങ്ങോട്ടും അല്ലതാ ഫുള്ള് മൊബൈൽ ഫോണുകളുടെ എല്ലാം ആക്സസറീസ്, ഹെഡ്ഫോൺസ്, ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. മൊബൈൽ കവേഴ്സ് അങ്ങനെയുള്ളതാണ്. ഇപ്പം അങ്ങനെ ഓരോയിടത്തോട്ടും പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാടുണ്ട് നടക്കാൻ. ഇതൊരു ഫുൾ ഡേ വേണം ആക്ച്വലി. രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകുന്ന രീതി വേണം നമ്മളിങ്ങോട്ട് പ്ലാൻ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇന്ന് സാധാരണക്കാട്ടി തിരക്ക് കുറവാണ് ആക്ച്വലി. അവധി ദിവസം എന്ന് പറഞ്ഞാൽ ഒട്ടും അടുക്കാൻ പറ്റത്തില്ല. സുമൻസ് കുർത്തി സാരി അങ്ങനെ കട ഉണ്ട്. എൻ്റെ ചേട്ടൻ്റെ പേരാണ് സുമൻ. അത് കണ്ടപ്പോൾ ഒരു തമാശ വന്നു. ഞാൻ പിന്നെ ഇപ്പോൾ ആളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച്. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ, ഷൂസുകൾ എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരു റൈഡിങ് ജാക്കറ്റ് നോക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അപ്പോൾ അപ്പുറത്തെ റോഡ് കണ്ടാണ് പോകേണ്ടത്. ഇതിപ്പോൾ കരോൾബാഗ് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം കണ്ട് നടക്കുകയാണ്. തണുപ്പുണ്ട്, വലിയ പ്രശ്നമില്ല. പക്ഷേ എല്ലാം ഡ്രസ്സുകളാണ്. ഇവിടെ എല്ലാം ജാക്കറ്റ്സ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സ്വെറ്റർ, ജാക്കറ്റ്സ്, അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷൂസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കയറി നോക്കട്ടെ എന്തായാലും. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ടൈം 1:30 ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ പ്രൈം ടൈം ആവും. ആ സമയത്ത് റോഡൊക്കെ നല്ല തിരക്കായിരിക്കും. ഒക്കെ ഷൂസ്, ജാക്കറ്റും എല്ലാം നല്ല റേറ്റ് കുറവാണ്. ഇവിടെ ബ്രാൻഡ് ഇതിൻ്റെ ഷോറൂംസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പീറ്റർ ഇംഗ്ലണ്ട്, ലെവിസ് അങ്ങനെ എല്ലാം കണ്ടായിരുന്നു. അങ്ങ് വുഡ്ലാൻഡിൻ്റെ ഒരെണ്ണം ഷോറൂമുണ്ട്. വുഡ്ലാൻഡ് ഷോറൂമൊക്കെ ഉണ്ട്. അങ്ങനെ ഡൽഹി ട്രാവൽ ചെയ്യാൻ വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെട്രോ പോകുന്നതാണ്. മെട്രോ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ മെട്രോ കാർഡുള്ളവർക്കാണെങ്കിൽ സുഖമാണ്, ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിലും ടിക്കറ്റൊക്കെ പെട്ടെന്ന് കിട്ടും. ടാക്സി കാര്യങ്ങളും എല്ലാം നല്ല റേറ്റാണ്. ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട, ഭയങ്കര റേറ്റാണ്. നമുക്ക് ലാഭം കാണത്തില്ല. ഡൽഹി ഫുള്ള് മെട്രോ കണക്റ്റഡാണ്. എങ്ങോട്ട് പോകണം, നമുക്കിപ്പോൾ എയർപോർട്ടിനുള്ളിൽ വരെ, നമുക്ക് എയർപോർട്ട് വരെ ഉള്ള മെട്രോ ഉണ്ട്. സ്റ്റേഷൻ മാറി കയറണമെന്നേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഈസിയാണ്. അവിടെ ഫുള്ള് മാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മെട്രോ ആണ് സത്യം പറഞ്ഞാൽ ഡൽഹി വന്ന ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാവലിങ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ റോഡെത്തി. നമ്മൾ അപ്പുറത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രസ്സ്, ഷൂസ്, അങ്ങനത്തെ ഉള്ള കടകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേറെ സെക്ഷനാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ റൈഡേഴ്സ്, ആക്സസറീസ്, കാറിൻ്റെ, അങ്ങനെ പറഞ്ഞ് വണ്ടികളുടെയാണ് മൊത്തം ഇവിടെ വരുന്നത്. ഓരോന്നിനും ഓരോ സെക്ഷനും ഓരോ സ്ഥലങ്ങളും പോലെയാണ്. ഇവിടെ ഇപ്പോൾ ഫുള്ള് കാറിൻ്റെ, വണ്ടികളുടെ ആക്സസറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ സ്ട്രീറ്റ് അങ്ങ് അറ്റം വരെ ഫുള്ള് കാറിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ വണ്ടികളുടെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്, ഓരോ പണികൾ. പിന്നെ ഇതിൻ്റെ ആക്സസറീസ്, വീലുകളുണ്ട്, മറ്റേ സ്റ്റിയറിംഗ് വീൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഈ കാറിൻ്റെ ഓരോ ആക്സസറീസൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ തിരിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്ത് ഫുള്ള് വണ്ടികളുണ്ട്. ഇവിടെ റോഡൊക്കെ തിരക്കൊരു രക്ഷയില്ല. പ്രൈം ടൈമായി തുടങ്ങി. അപ്പോൾ ആ ഒരു തിരക്കുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഈ ഒരു സൈഡ് ഫുള്ള് വണ്ടികളുടെ എല്ലാമാണ്. ഇങ്ങോട്ടല്ല
വണ്ടിയൊക്കെ വൻ തിരക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കി നോക്കി വേണം നടക്കാൻ. ഇനിയിപ്പോൾ നേരെയാണ് പോകേണ്ടത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല തിരക്കും തുടങ്ങി, നല്ല രീതിക്ക് തിരക്കായിട്ടുണ്ട്. നല്ല രീതിക്കെന്നല്ല, ഇന്നലെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലത്തെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം കണ്ടത്, ഒരു കടയുടെ ഒരു സംഭവം കാണിച്ചു തരാം. ഒരു മാരുതി സ്വിഫ്റ്റാണ് ഈ കടയുടെ മേളിൽ അവർ ഷോയ്ക്ക് വേണ്ടി എത്തിച്ചേക്കുന്നത്. ആ ബിൽഡിങ്ങിനകത്ത് അവരിങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക, ഒരു മാരുതി സ്വിഫ്റ്റ്. അപ്പോൾ ഞാൻ പോകുന്ന കട റൈഡേഴ്സ് പ്ലാനറ്റ്, ആ കടയിലോട്ടാണ്. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും അറിഞ്ഞത് ഈ കടയെക്കുറിച്ച്. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. റൈഡർ പ്ലാനറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചോപ്ര ഓട്ടോമൊബൈൽസ് ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ട് എന്തായാലും കയറി നോക്കാം. പോയി ജാക്കറ്റിൻ്റെ കാര്യങ്ങളിലെ വിലയെല്ലാം ഞാൻ വിശദമായിട്ട് ഇടാൻ നോക്കിയിട്ട്. നമ്മളിപ്പോൾ കടയിൽ കയറിയപ്പോൾ അവരവരുടെ സ്റ്റോറേജ്, അവരുടെ ഒരു വെയർ ഹൗസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്നു വന്നിരിക്കുകയാണ്. ഇവിടാണ് നമ്മുടെ ജാക്കറ്റ് എല്ലാം ഉള്ളത്. ഇവിടെ ഇപ്പോൾ എല്ലാ ജാക്കറ്റും ഉണ്ട്, എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ്. ആക്സറുണ്ട്, BBG ഉണ്ട്, റോയൽ എൻഫീൽഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് ജാക്കറ്റ് ഏത് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡും ഉണ്ട് ഇവിടെ. ജാക്കറ്റ് മാത്രമല്ല, നമുക്ക് ഹെൽമെറ്റ്, റൈഡിങ് ഗ്ലൗസ് എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നോക്കിയത് BBGയുടെ ജാക്കറ്റാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കുന്ന ഹെൽമെറ്റുകളാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ജാക്കറ്റ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമ്മളെടുത്തത് BBGയുടെ വോയേജർ ജാക്കറ്റാണ്. ഇതിനിപ്പോൾ ലെവൽ 2 പ്രൊട്ടക്ഷൻ ആണ്. മൊത്തം ബാക്കുണ്ട്, ഷോൾഡറുണ്ട്, എൽബോ ഉണ്ട്. അപ്പോൾ അടിപൊളി ജാക്കറ്റാണ്. അതിനൊപ്പം തന്നെ ഇതിനകത്തിപ്പോൾ ഇന്നർ തെർമൽ ലൈനർ കിട്ടുന്നുണ്ട്. അങ്ങനെ റെയിൽ ലൈനറുണ്ട്. റെയിൽ ലൈനർ വെക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഈ ബാക്ക് പോർഷനിൽ ഒരു പൗച്ചുണ്ട്. നമുക്ക് റെയിൽ ലൈനർ വേറെ സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് വലിയ ഉപകാരം തന്നെ. അതാകുമ്പോൾ നമ്മൾ എടുക്കാൻ മറക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ റെയിൽ ലൈനർ വെക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഇത് നല്ല കംഫർട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഡീലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നാട്ടിൽ തിരക്കിയപ്പോൾ എല്ലാം 7,000-ന് മേളിൽ 7,500 എല്ലാവർക്കും റേറ്റ് പറഞ്ഞത്. ഇവിടെ വന്നിപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു 6,500 കിട്ടും, 500 കിട്ടും. അതുപോലെ തന്നെ പല ജാക്കറ്റുകളും ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു നല്ല റേറ്റ് കുറച്ച് തരും. കടയുടെ ലൊക്കേഷൻ പറയുമ്പോൾ കരോൾ ബാഗിലാണ്. കരോൾ ബാഗ് ओके। और बैक साइड में ब्रांड का नाम भी है, KYT हेलमेट, SMK हेलमेट, एक्जोर हेलमेट, सारा ब्रांड मिलेगा आपको। सब ब्रांड के डिस्ट्रीब्यूटर हैं, ऑथराइज्ड डीलर हैं, चोपड़ा ऑटोमोबाइल्स। അതെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചോപ്ര ഓട്ടോമൊബൈൽസ് ആണ്. ഇവർ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. ഇവർ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് തന്നെ നല്ല റേറ്റ് തരും. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് കറേगा है ना? बिल्कुल करेगा सर, बिल्कुल करेगा। അപ്പോൾ എന്താ ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ആരാണെങ്കിലും ഡൽഹി വരുന്നുണ്ട് കരോൾ ബാഗ് വന്നാൽ മതി, ചോപ്ര ഓട്ടോമൊബൈൽസ്. അപ്പോൾ നല്ല സഹകരണമാണ് അവർ. കുറേ ട്രൈ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ എനിക്ക് എന്തായാലും BBG എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇത് നോക്കി. ഇപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകാം.